ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് വരണം. സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് അത് ഒരു നോർമൽ ഇഷ്യൂ അല്ലേ. സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് തൃശ്ശൂർ വേണം. PT ഉഷാജി ആഗ്രഹിക്കുന്നത് കോട്ടയം വേണം. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? കേരളത്തിലൊരു എയിംസ് പെട്ടെന്ന് വരണം. അത് നഡ്ഡാജി കോട്ടയത്ത് വന്നപ്പോൾ കൊല്ലത്തിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ, കേരളത്തിൽ എയിംസ് വേഗം വരും, ശരി സമയത്ത് വരും, ശരി നല്ല സ്ഥലത്ത് പോകും എന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാരുമായി കൂടിയല്ല, സംസ്ഥാന സർക്കാർ കോഴിക്കോടാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കേരളത്തിൽ നിന്നൊരു മന്ത്രിയും മാറ്റി പറയുമ്പോൾ അതൊരു തർക്കത്തിന് കാരണമായി. തർക്കത്തിൽ അപ്പോൾ ഇതിലിപ്പോൾ സംശയമുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ കാഴ്ചപ്പാടിൽ എത്രയോ വ്യത്യാസമുണ്ടോ? അതിൽ സംശയം ആർക്കും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് BJPക്ക് ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടായി? എല്ലാ നേതാക്കൾക്കും ഒരു സ്ഥലത്ത് എയിംസ് വേണമെന്ന് പറയാൻ കഴിയാത്തത്? അല്ല, അങ്ങനെ എന്തിനാ ഞങ്ങൾ പറഞ്ഞത്? എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞാൽ എൻ്റെ ഒരു അവകാശമല്ലേ. എനിക്ക് തിരുവനന്തപുരത്ത് വരണം, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. എൻ്റെ ഒരു ആഗ്രഹമാണ് തിരുവനന്തപുരത്ത് വരണം, നെയ്യാറ്റിൻകരയിൽ വരണം. എനിക്ക് അത് പറയാൻ എൻ്റെ ഒരു അവകാശമാണ്. ഞാൻ അവിടെ മത്സരിച്ച് അവിടെ 3.5 ലക്ഷം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലത്ത് എനിക്ക് എയിംസ് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. അത് ഞാൻ പറയും. അതിലെന്താ തെറ്റ്? ഒരു പ്രശ്നമില്ല. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാനൊരു പ്രശ്നവും കാണുന്നില്ല. നോക്ക്, കറക്റ്റ് സമയത്ത് ആരാണ് തീരുമാനിക്കേണ്ടത്? പ്രധാനമന്ത്രിജിയാണ്, നഡ്ഡാജിയാണ്, ഹെൽത്ത് മിനിസ്റ്ററാണ്, സംസ്ഥാന സർക്കാരാണ്. അവർ 3 പേരും ഇരുന്ന് തീരുമാനിക്കും. അത് തീരുമാനിച്ചത് കേരളത്തിലല്ലേ. എനിക്ക് ഒരു തിരുവനന്തപുരത്ത് വന്നാലും തൃശ്ശൂരിൽ വന്നാലും കോട്ടയത്ത് വന്നാലും കേരളത്തിൽ വന്നാൽ എനിക്ക് സന്തോഷം. ഒരു വാശിയും പിടിക്കുന്നില്ല. അത് നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ സുരേഷിനെ കുറിച്ച് സുരേഷ് ജി പറയുന്നത് ഞാൻ വാശിയായിട്ട് കാണുന്നില്ല. സുരേഷ് ജി അവിടുത്തെ എലക്റ്റഡ് MP ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി തൃശ്ശൂർ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അല്ല, അത് ഓക്കെ പറഞ്ഞു. പിന്നെ തൃശ്ശൂർ പറഞ്ഞു, ആലപ്പുഴയും പറഞ്ഞു. എന്താണ് അതിൽ എന്താ ഇഷ്യൂ? അല്ല, എന്താണ് അതിൽ പ്രോബ്ലം? എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയട്ടെ, അത് എനിക്കും അവകാശമുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് മാത്രമാണോ? ഞങ്ങൾക്കും ഇല്ലേ ഫ്രീഡം ഓഫ് സ്പീച്ച്? പാർട്ടി വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായം പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞാൽ ഇത് വ്യക്തിപരമായ അഭിപ്രായമല്ല. എയിംസിനെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്ക് ആഗ്രഹമുണ്ട്, നെയ്യാറ്റിൻകര വന്നാൽ എനിക്ക് ഇഷ്ടമാവും, എനിക്ക് വളരെ സന്തോഷമാവും ഞാൻ പറയാൻ. അത് എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ അല്ല. അത് തീരുമാനിക്കേണ്ടത് ഹെൽത്ത് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും അല്ലേ. അല്ല, ഞാനൊരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. BJPയിൽ ഒരു തർക്കമില്ല. നിങ്ങളിങ്ങനെ മാനുഫാക്ചർ ചെയ്ത് എൻ്റർടൈൻ ചെയ്യാൻ നോക്കിയാൽ ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനും മുമ്പോട്ട് വയ്ക്കാൻ കംപ്ലീറ്റ് 100% ഫ്രീഡം ഉണ്ട്, അനുവാദമുണ്ട്. അതിൽ നിങ്ങൾ അങ്ങനെ തർക്കമായിട്ട് കാണുന്നു. ഞാൻ കാണുന്നത് കൺസ്ട്രക്റ്റീവ് ഡെമോക്രസി ആയിട്ട് ഞാൻ കാണുന്നു.